ഞാനൊരു പ്രവാസിയായിരുന്നു. 15 വർഷം പ്രവാസത്തോട് എന്റെ കുടുംബം കൊലത്താൻ വേണ്ടി ഞാൻ ജോലിയെടുത്ത് അവസാനം എന്റെ വൃക്കകളും നഷ്ടപ്പെട്ട് നാട്ടുകാരുടെ അതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്ന ഒരവസ്ഥ എനിക്ക് വന്നു. എനിക്കൊരു മോനുണ്ട്, നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ല എന്റെ മോന്. ആ മോനാണെങ്കിൽ ഓട്ടിസം ബാധിച്ച് അവന് ജീവിതകാലം മുഴുവനും അവൻ ഹോസ്പിറ്റലിലും മറ്റുള്ള ചികിത്സയായിട്ടും ഞാൻ മുന്നോട്ട് പോയിരിക്കുന്ന അടിയിലാണ്. എന്റെ കുടുംബത്തെ എന്റെ മോനെ ഞാൻ നഷ്ടപ്പെട്ട എന്റെ മോനെ ചികിത്സിക്കാനും എന്റെ മോനെ മറ്റുള്ളത് ചെയ്യാനും അവന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വേറെ ആരുമില്ല. ഞാനല്ലാതെ വേറൊരു വ്യക്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ സഹായിക്കണേ. ഒരു പ്രവാസിന്റെ ഒരു അപേക്ഷയാണ്, നിങ്ങൾ സ്വീകരിക്കണം. അസ്സലാമലൈക്കും. ഞാന് അസ്കർ പാണ്ടിക്കാട് വെട്ടിക്കാട്ടിയ എന്ന സ്ഥലം. എന്റെ ഇരുവൃക്കകളും നഷ്ടപ്പെട്ട് ഞാന് ഇപ്പോ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പഠിച്ചവന്റെ ഓർത്തുകൊണ്ട് എന്റെ മോനെ ഇതേമാതിരി ഓട്ടിസം ബാധിച്ച് ചികിത്സയിൽ എനിക്ക് കിഡ്നി രോഗം ബാധിച്ച ശേഷം എന്റെ മോനെ ചികിത്സിക്കാൻ എനിക്ക് കഴിയാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്റെയും എന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കണം, ഞങ്ങളതിന് സഹായിക്കണമെന്നും നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. എന്റെ എട്ടും പൊട്ടും തിരിയാത്ത എന്റെ മോന് വേണ്ടിയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും എന്റെ കുടുംബത്തെ സഹായിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നപ്പറമ്പിലാണ് ഓട്ടിസം ബാധിച്ച തന്റെ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ ഉപ്പ കരഞ്ഞുകൊണ്ട് പറഞ്ഞെന്താണെന്നറിയാം, എനിക്ക് മരിക്കാൻ പേടിയില്ല, പക്ഷേ ഈ ഒരു അവസ്ഥയിലിരിക്കുന്ന എന്റെ മകനെ തനിച്ചാക്കിയിട്ട് ആ മകനെ വിട്ടുപോകാനാണ് എനിക്ക് പേടിയെന്നാണ്. കാരണം ഇങ്ങനൊരു അവസ്ഥയിലുള്ള മക്കൾ ഉണ്ടായാല് ആ മക്കളെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച ഓരോ ഉമ്മയും ഉപ്പയും അവരുടെ നെഞ്ചില് ആദ്യം മുഴുവൻ അതാണ്. ഈ മകന് വേണ്ടി ജീവിക്കാനാ ആ ഉപ്പ നിങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നത്. 15 വർഷക്കാലം പ്രവാസിയാണ്. സൗദി അറേബ്യയിലെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്തിട്ട് നാട്ടിലേക്ക് വരുമ്പോ കാലിലൊക്കെ നീരും കിഡ്നി രോഗം ബാധിച്ച് അവശനായിട്ട് നാട്ടിലേക്ക് എത്തിയ ഒരു പ്രവാസിയായിട്ടുള്ള ഒരു സഹോദരനാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും പ്രിയപ്പെട്ട അസ്കർ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്റെ കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് 30 ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണം. അസ്കറിന് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയും ബന്ധപ്പെട്ട എല്ലാവരും പുറത്തു നിൽക്കുന്നുണ്ട്. എല്ലാവരും നിങ്ങളോട് സംസാരിക്കും.